എല്ലാ കല്ലുകടികളെയും തേച്ചു മാച്ചു കളഞ്ഞുകൊണ്ട് തരൂർ കളത്തിലേക്ക് ഇറങ്ങുകയായി. തിരുവനന്തപുരത്ത് പാർട്ടിക്ക് വേണ്ടി താൻ പ്രചാരണ രംഗത്തുണ്ടാകും എന്നാണ് തരൂരിന്റെ വാക്ക്. നിലമ്പൂരിൽ തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എന്ന പിണക്കം തരൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറ്റാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച തരൂർ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ തോൽവിയിൽ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ തന്റെ ആർട്ടിക്കിളിൽ കുടുംബവാഴ്ചയെക്കുറിച്ച് നെഹ്റു കുടുംബത്തിനെതിരെ പറഞ്ഞ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് താൻ നെഹ്റു കുടുംബത്തെ മാത്രമല്ല ഉദ്ദേശിച്ചത് എന്നും ആർട്ടിക്കിൾ മുഴുവൻ വായിച്ചു നോക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിമർശിച്ചിട്ടുണ്ട് എന്നും തരൂർ പറയുകയാണ്. തരൂർ രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി താൻ രാജിവെക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല, അതുണ്ടാകുമ്പോൾ നിങ്ങൾ അറിയും എന്നായിരുന്നു. എന്തായാലും തിരുവനന്തപുരം പിടിക്കുക എന്ന ലക്ഷ്യത്തിന് മുന്നിട്ടിറങ്ങാൻ തരൂരുമുണ്ട്. സത്യത്തിൽ ഇടഞ്ഞകൊമ്പനെ തോട്ടിക്കൊണ്ട് മെരുക്കുന്ന പോലെ മെരുക്കേണ്ടി വരുമെന്നാണ് ആദ്യം കോൺഗ്രസ് തരൂരിനെ പറ്റി വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തരൂർ അനുസരണയുള്ള പൂച്ചക്കുട്ടിയായി മുമ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് തന്നെ അമ്പരന്ന് പോവുകയാണ്. തരൂരിന് BJPയുമായി രഹസ്യ ഡീൽ ഉണ്ടോ എന്ന് വരെ സംശയിച്ചു പോകുന്ന തരത്തിലായിരുന്നു കുറച്ചു കാലമായുള്ള തരൂരിന്റെ പ്രകടനം. അപ്പോൾ ഇനി തീപാറും പോരാട്ടത്തിൽ തരൂരുമുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി കാണാം. ഒരു വേറൊരു പാർട്ടിയോടൊപ്പം ബീഹാറിൽ ചെയ്ത പോലെ നമുക്കൊരു റൂളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ചെയ്തത്, എന്താ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അല്ലെങ്കിൽ 5 ഇലക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ബീഹാറിൽ നമ്മളായിരുന്നില്ല ഞങ്ങളുടെ ഈ മുന്നണിയിലത്തെ മെയിൻ പാർട്ടി വേറൊരു പാർട്ടിയാണ്. അവർക്കും ചില ഇൻട്രോസ്പെക്ഷൻ ചെയ്യാനുള്ള സമയമായി. അവർക്കും ചില തീരുമാനങ്ങൾ എടുക്കണം, എന്ത് പറ്റി അവർക്ക് എന്ന്. കാരണം അവരുടെ ചരിത്രത്തിലും ഒരു വലിയൊരു വീഴ്ചയാണ്. ഇത്ര മോശമായിട്ട് അവരുടെ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നോക്കിയിട്ട് അവസാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ അതിന് സമയം ഇന്നലെ ആയിട്ടുള്ള റിസൾട്ട് ഇനി വരട്ടെ. പാർട്ടി ഇതിനൊക്കെ പഠിച്ച് മനസ്സിലാക്കും. ഇതിലെ ഇപ്പോൾ SIR-ഉം അതുപോലെ തന്നെ വോട്ട് ചോരി എന്നുള്ള ആരോപണമൊക്കെയാണ് ബീഹാറിൽ വലിയൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിക്കാട്ടിയത്. രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക യാത്രയൊക്കെ അവിടെ നടത്തിയിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. അതിനൊരു പിഴവുണ്ടായോ? ഈ SIR ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു ഒരു കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പാർട്ടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. അവർക്ക് അവരുടെ അഭിപ്രായമുണ്ടെങ്കിൽ അത് അടിസ്ഥാനത്തിൻ്റെ ഒരു ബേസിസ് അവർ പറയട്ടെ എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ വലിയ ഇൻവോൾവ് ആയിരുന്നു. നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പിടിക്കണതിൽ വലിയ അർത്ഥമില്ല. കാരണം എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യത്തിൽ പിന്നെ കുറച്ച് ദൂരത്തിനെ വന്നിട്ടുണ്ട്. അത് തെറ്റാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഒരു വിമർശനമേ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ മുമ്പ് കാര്യം പറഞ്ഞതാണ്. നമ്മുടെ സാമൂഹ്യത്തിൻ്റെ അകത്ത് ഈ പിന്നെ ഓരോരോ കുടുംബത്തിൻ്റെ അകത്ത് ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ എൻ്റെ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. എല്ലാ പാർട്ടികളെയും ചൂണ്ടിക്കാണിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. പല ഉദാഹരണങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ചെയ്ത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ്. നമ്മുടെ സാമൂഹ്യത്തിൻ്റെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ സാമൂഹ്യം നടക്കുന്നത്. ഒരു ആക്ടറിൻ്റെ മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട്, ഡെൻറ്റിസ്റ്റിൻ്റെ മകൻ ഡെൻറ്റിസ്റ്റ് ആവുന്നുണ്ട്, അതുപോലെ രാഷ്ട്രീയക്കാരൻ്റെ മകനും രാഷ്ട്രീയക്കാരനാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ മതിയോ? നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം ഞാൻ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. 2017 രാഹുൽ ഗാന്ധി ബർക്ക്ലിയിൽ പ്രസംഗിച്ചൊരു കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ വലിയൊരു അതിശയം തോന്നിയത് എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത്. ചിലർക്ക് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇത് വലിയൊരു അത് ശരി. എന്നെ രാജിവെക്കാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ, ഞാൻ നോക്കാം. ഇനി വേറെ എന്താണ്? എന്താ ഞാൻ 16-17 വർഷമായിട്ട് ഈ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്നു. ഒരേ കുടുംബത്തിൻ്റെ നേതൃത്വം തന്നെ. അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ പാർട്ടി കയറിയത്. ഞാൻ ആ കുടുംബത്തിനെതിരെല്ലാം എഴുതിയിരിക്കണം. പറയാൻ നിങ്ങളൊരു തെറ്റിദ്ധാരണ ആർട്ടിക്കിൾ ശരിക്കും വായിച്ചു നോക്കൂ. അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ ആയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കും? എന്താ 17 വർഷമായിട്ട് അവരും പ്രവർത്തിച്ച ശേഷം അവരെൻ്റെ പറഞ്ഞ് രാജിവെക്കും? അതിൽ അർത്ഥമുണ്ടോ? എനിക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സമയം വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയും. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി എന്തോ ശരിക്കും വായിക്കാതെ കാണാതെ കേൾക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രാജിവെക്കാൻ ആവശ്യം. അയ്യോ, അങ്ങനെയൊക്കെ നിങ്ങൾ തോന്നുമായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇന്നാളും കൂടി അവരെ കണ്ടിട്ട് വന്നല്ലേ ഒരു മീറ്റിംഗിൽ. അതൊന്നും പ്രശ്നമില്ല. വേറെ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ 3 വാർഡ് കമ്മിറ്റി 3 സ്ഥാനാർത്ഥികളെ കാണാൻ ഇറങ്ങുകയാണ്. ഒരു സ്ഥാനാർത്ഥിയെ ഞാനിപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. നമുക്ക് ഇലക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു കോമൻട്രി അടിച്ചിട്ട് പോരാ. ഞാൻ ഇറങ്ങട്ടെ.
ഞാൻ അത് ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. അവരൊക്കെ 3 സ്ഥാനാർത്ഥികൾ എന്നെ ഓരോരോ ജംഗ്ഷനിൽ കാത്തിരിക്കുന്നു. ഒന്ന് ഇറങ്ങും. കൊഴുത്തിക്കാട് ജംഗ്ഷൻ നിങ്ങൾ തന്നെ വന്നോളൂ. കൊഴുത്തിക്കാട് വലിയ ദൂരമില്ല, ഇവിടെ അടുത്ത് വന്ന് കണ്ടോ. സ്ഥിരമൊന്നും ഉണ്ടാവില്ല. പാർലമെൻറ്റ് വരാൻ പോകുന്ന എനിക്ക് വേറെ ചടങ്ങുകളുണ്ട്. ഉള്ളപ്പോൾ എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുണ്ട്. അല്ല, ഇത് നോക്കൂ, നമ്മൾക്ക് ഒരു കാര്യം അറിയണം. ഇത് കുറച്ച് വൈകിപ്പോയി. കോർപ്പറേഷൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി നേരത്തെ ആരംഭിക്കാമെന്ന് പലവരും അഭിപ്രായമുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഈ ബാക്കിയുള്ള സമയമെങ്കിലും നന്നായി ഉപയോഗിക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹം. കേട്ടോ, ചില നല്ല സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ എന്നെ നേരിട്ട് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്നു. അത്രയും ഞാൻ പറയുന്നുള്ളൂ ഈ സമയത്ത്. പക്ഷേ പലവരും നല്ല സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസ് പാർട്ടിയിലെ കഴിവുള്ളവരുണ്ടെന്ന് ആർക്കും ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് നമ്മുടെ യുവ സ്ഥാനാർത്ഥികൾ ഈ തവണ നല്ലോണം യുവ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് കഴിവുണ്ട്. ചില പുതുമുഖങ്ങൾ ആൾക്കാർക്ക് പരിചയം കിട്ടാനുള്ള സമയമുണ്ടോയെന്ന് മാത്രമാണ് ഒരു സംശയം. അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കുറിച്ച് ഒരു സംശയം വേണ്ട. ശബരി ഒരു എക്സാമ്പിൾ. നമ്മൾ ജയിച്ചാൽ അധികം തന്നെ നമ്മൾ മേയർ സ്ഥാനാർത്ഥിക്ക് ഒരു സംശയമില്ല. എല്ലാ വിളിച്ച സ്ഥാനാർത്ഥികളുടെ അടുത്തേക്കേ പോകുന്നുള്ളൂ. അല്ല, പ്രചരണം എനിക്കൊരു ചുമതല വിഷയം. പ്രചരണത്തിൽ ഞാൻ ഇറങ്ങാൻ പോകുന്നു. 2-3 വാർഡ് കമ്മിറ്റി ഓഫീസ് തുറക്കട്ടെ, കാണാം കേട്ടോ.